ഇടുക്കി അടിമാലി പോലീസിന്റെ മദ്യപന് നേരെയുള്ള പെപ്പർ സ്പ്രേ പ്രയോഗത്തിന്റെ വൈറൽ ദൃശ്യം ഓർമ്മയില്ലേ? അതിന്റെ ഒരു തുടർച്ച വന്നിട്ടുണ്ട്. കാര്യം നമ്മുടെ നാട്ടിലെ ചില നന്നാക്കികളുടെ വാചകങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് ചെയ്തത് നല്ല പ്രവൃത്തിയാണത്രേ. പോലീസ് ചെയ്ത പ്രവൃത്തി തെറ്റ്, ആ മദ്യപൻ ചെയ്യുന്നതും തെറ്റ് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ടല്ല നേരിടേണ്ടത്. ആ നിലയ്ക്ക് കഴിഞ്ഞ ദിവസം പെപ്പർ സ്പ്രേ പ്രയോഗത്തോടുകൂടി ആ മദ്യപാനിയായിട്ടുള്ള വ്യക്തി ഇനി ഇതുപോലെ കാണിക്കില്ല എന്ന് അഭിപ്രായ പ്രകടനം നടത്തിയ കുറെ കമന്റുകാരെ കണ്ടിരുന്നു. ആ കമന്റുകാർക്ക് മുന്നിലേക്കാണ് ഒരു മനുഷ്യന്റെ സ്വഭാവ വൈകല്യം അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായി പോയി കഴിഞ്ഞാൽ അയാൾക്ക് ആ ലഹരി മൂത്ത് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ അടിച്ചെന്നോ അല്ലെങ്കിൽ ഈ കണ്ണിൽ പെപ്പർ സ്പ്രേ ചെയ്തതുകൊണ്ടോ ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് ഈ ദൃശ്യം അങ്ങോട്ട് നോക്കി. ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രവർത്തിക്കുന്നതൊന്നും അയാളല്ല, അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ലഹരിയാണ്. ഇത് നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും കാണാൻ കഴിയുന്ന കാഴ്ചയാണ്, ഒരു ഒറ്റപ്പെട്ട കാഴ്ചയല്ല. അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാൻ കാരണം ആ വ്യക്തിക്ക് നേരെ പോലീസ് പെപ്പർ സ്പ്രേ അല്ലെങ്കിൽ കുരുമുളക് സ്പ്രേ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അന്നത്തെ ദിവസം മുഴുവൻ അയാൾ കുറെ അനുഭവിച്ചു കാണും. പക്ഷേ അതൊന്നും അയാൾ ചിലപ്പോൾ ആ തലയ്ക്കകത്ത് ലഹരി ഇറങ്ങുമ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. കാര്യം ഇന്നലത്തെ അനുഭവം ലഹരിയുടെ പുറത്ത് സംഭവിക്കുമ്പോൾ ലഹരിക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആ ബോധം ഉണ്ടാകുന്നില്ലല്ലോ. എന്ത് ശിക്ഷ കൊടുക്കുന്നുണ്ടോ അത് കൊടുക്കേണ്ടത് അവന്റെ നോർമൽ മൈൻഡിലാണ്, എന്നാൽ മാത്രമേ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെടൂ. ഇത്രയും പെപ്പർ സ്പ്രേ പീഡനം നടത്തിയതിനു ശേഷം ഇന്നലത്തെ അയാളുടെ ദൃശ്യം ഒന്ന് നോക്കിയേ. ക്യാമറ മൊത്തം തന്നിട്ട് 500 ക്യാമറ വെച്ച അതിനിടയ്ക്ക് മുങ്ങി കഴിഞ്ഞാൽ നീ ഉണ്ടാക്കുന്ന പൈസ എന്നെ വൈറലാക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് അയാളുടെ മറുപടി. ആ രീതിയിൽ വന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇടങ്ങളിലുള്ള ആൾക്കാരോട് അന്വേഷിച്ചാൽ ഇത് ദൈനംദിനം ഇവിടെ നടക്കുന്ന ഒരു കാഴ്ചയാണെന്ന് എല്ലാവരും പറയും. ഇത്തരം ആൾക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിയും. കാര്യം പബ്ലിക് ന്യൂസൻസ് നടത്തുമ്പോൾ സ്വാഭാവികമായി അവിടെ പിടിച്ചുകൊണ്ടിരുത്തി അവർക്ക് നോർമൽ ആകുമ്പോഴത്തേക്കും 2 എണ്ണം പൊട്ടിച്ച് വിട്ടാലും ഇനി ഇത് ആവർത്തിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ വാൺ ചെയ്ത് വിട്ടാൽ ചിലപ്പോൾ ഒരു ഭയം ഉള്ളിൽ കാണും. എന്നാൽ മദ്യപിച്ചതിന് ശേഷം അയാളോട് കാട്ടുന്ന അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയും അയാൾ പോലും അറിയില്ല. ആ ശരീരം പ്രവർത്തിക്കുന്നത് മുഴുവൻ ലഹരിയുടെ പണത്താണെന്ന് ഈ കമന്റുകാരൊന്ന് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു വിഷയത്തെക്കുറിച്ച് സിനിമ സ്റ്റൈൽ മൈൻഡിൽ ചിന്തിക്കുകയോ ഹീറോയിസ്റ്റിക് രീതിയിൽ ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു വിഷയത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോർ അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ബേസിക് കാര്യത്തിൽ ചെന്ന് അതിൽ ഇടപെടൽ നടത്തണം. ഇവിടെ അയാളുടെ മദ്യപാനമാണ്, ഒന്നുകിൽ അദ്ദേഹത്തിന് ലഹരി വിമുക്ത ചികിത്സ കൊടുക്കണം. പോലീസ് ഇദ്ദേഹത്തെ പിടിച്ചോണ്ടുപോയി അവിടെ പുലർച്ചെ വരെ ഇരുത്തി തെളിയുമ്പോൾ കാര്യമായിട്ടുള്ള ചെറിയ ചികിത്സ കൊടുത്താൽ അതും ഫലവത്താകും. അതിനപ്പുറത്തേക്ക് പെപ്പർ സ്പ്രേ പ്രയോഗമൊക്കെ നടത്തി ഒരാളുടെ കണ്ണിന്റെ കാഴ്ച പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന അവസ്ഥ? ഇതേ പോലീസുകാർ തന്നെ അതിന്റെ മറുപടി പറയേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് കമന്റ് ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ തെറിവിളിക്കാർ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇത്തരം ആൾക്കാർ സമൂഹത്തിൽ ഉള്ളവരാണ്, അവരും മനുഷ്യരാണ്. മനുഷ്യരെന്ന് കരുതിക്കൊണ്ട് ഇമാതിരി മദ്യപിച്ച് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാമോ? ഉണ്ടാക്കാൻ പാടില്ല. അയാൾ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്, ഒരു സംശയവുമില്ല. അയാളെ ആ നാട്ടിലെ ആൾക്കാരെല്ലാം കൂടി സംഘടിച്ച് ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടാക്കണം, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അയാൾക്ക് നല്ല നടപ്പ് നിർദ്ദേശിക്കാൻ പോലീസിന് കഴിയണം. അല്ലാത്ത പക്ഷം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും.